നമ്മുടെ ജീവിതത്തിൽ നിരാശയും കുറ്റബോധവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഉത്കണ്ഠയും ഭയവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ, മനസ്സ് കഴിഞ്ഞ കാലത്തും ഭാവി കാലത്തും ജീവിക്കുന്നത് കൊണ്ടാണ്. ഈ നിമിഷത്തോടൊപ്പം ആകണം. നമ്മുടെ ശ്വാസത്തോടൊപ്പം, നമ്മുടെ ചിന്തകളോടൊപ്പം, വികാരങ്ങളോടൊപ്പം, നമ്മൾ കാണുന്ന കാഴ്ചകളോടൊപ്പം, കേൾക്കുന്ന ശബ്ദങ്ങളോടൊപ്പം, നമ്മുടെ സംസാരത്തോടൊപ്പം, നമ്മുടെ പ്രവൃത്തിയോടൊപ്പം ചേർന്ന് ഇരിക്കുമ്പോഴാണ് അവിടെ കഴിഞ്ഞ കാലത്തിനും ഭാവി കാലത്തിനും കടന്നു വരാൻ കഴിയില്ല. അത് വരാത്തത് കൊണ്ട് തന്നെ മനസ്സ് ശാന്തമാകും, സ്വസ്ഥമാകും. കഴിഞ്ഞ കാലത്ത് നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കാം. വർത്തമാനകാലത്ത് 100% പ്രവർത്തിക്കാം. പ്രവർത്തിച്ചിട്ട് കിട്ടുന്ന റിസൾട്ടാണ് ഭാവി. ഇത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ സമാധാനത്തിൻ്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്.